ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൾ ഗായ്സ്. ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള രണ്ട് മാവുണ്ട് കേട്ടോ. അപ്പോൾ തൊട്ടടുത്തുള്ള രണ്ട് മാവാണ്, ഒന്ന് ഈ മാവും ഒന്ന് ആ മാവും. അപ്പം മാവെന്ന് പറയുമ്പം ഒന്ന് നമ്മുടെ നാട്ടുമാവാണ്, ഒന്ന് നമ്മുടെ സാധാരണ ഈ നിലത്ത് കിടക്കുന്നുണ്ട് ആ മാങ്ങയാണ് കേട്ടോ. അതെന്ത് മാങ്ങയാണെന്ന് എനിക്കറിയില്ല, നമ്മുടെ കോമാങ്ങയാ. അപ്പം അത് കോമാങ്ങയാണെന്നാണ് പറഞ്ഞത്. ശിവൻ്റെ അടുത്തുള്ളത് ഗോമാങ്ങയാ. ഗോമാങ്ങ ഏതോ മാങ്ങയാണ് കേട്ടോ. കോമാങ്ങ പറഞ്ഞ പൊട്ടനാ? അല്ല, പേരക്ക മാങ്ങയല്ലേ അമ്മച്ചി ഗോമാങ്ങ? അമ്മച്ചി ആണോ? അപ്പൊ എന്തോ ഉണ്ടോ? ശിവന്റെ അടുത്തുള്ള മാങ്ങയാണ് ഈ മാങ്ങ. അപ്പം ആ മാങ്ങയ്ക്കൊക്കെ ഗോമാങ്ങ എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഈ മാവിലെ മാങ്ങ ഇഷ്ടം പോലെ പഴുത്തിവിടെ വീണിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത്? ആ മാങ്ങയെല്ലാം പെറുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായി പെറുക്കാം ഗായ്സ്. ഇപ്പം നമ്മൾ വരുന്ന വഴിക്ക് തന്നെ രണ്ട് മാങ്ങയുണ്ട്. ഒന്നതാ ഈ മാങ്ങ, നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ. ഇത് രണ്ടാമത്തേത്. ഇത് ചീത്തയായി, കണ്ടില്ലേ? ഇത് ചീത്തയായി ചതഞ്ഞു പോയി. അപ്പം നമുക്കിതിങ്ങനെ ഇങ്ങോട്ട് മാറ്റി വെക്കാം. നല്ലതാണോ? വാ, അതാ ഈ ഒരെണ്ണം കിട്ടിയത്. ഇവിടെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ഇതാ ഇതാ ഇതാ. അയ്യോ, സ്നെയില് തിന്നുന്നു. സ്നെയിലും പുഴുവും കൂടി ഒരുമിച്ചിരുന്ന് അത് ഒരുമിച്ചിരുന്ന മാങ്ങ കമ്പനി അടിച്ച് കഴിക്കുകയാണ്. നമ്മുടെ പുഴുക്കുട്ടനും സ്നെയിലും കൂടി ഒരുമിച്ച് മാങ്ങാപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഗൈസ് നമ്മളിപ്പം കണ്ടോണ്ടിരിക്കുന്നത്. ഒരു കമ്പനി അടിച്ച് മാങ്ങ തിന്നുന്നു. പുഴുവും സ്നെയിലും അച്ചിള്. ഇതിനൊരു കണ്ണ് ഇവിടെ കാണാം. അതിനൊക്കെ അതെ അതെ അതെ. ഈച്ചയും കമ്പനി കൊടുക്കുന്നുണ്ട്. ഇതുണ്ടോ? കൊറേ ഈച്ചകളുണ്ട്. കുഞ്ഞീച്ചകളല്ലേ? അവര് തിന്നോട്ടെ. വാ, ഇത് അവിടേക്കൊക്കെ കിടപ്പുണ്ട്. അവിടേക്കും ഉണ്ടല്ലേ, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതാ ഈ പെറുക്കിയ രണ്ടെണ്ണം ഞാൻ ഇതാ അമ്മച്ചിയുടെ അടുത്ത് വഴക്കും കേൾക്കുന്നു. അപ്പം നോക്ക് ഗൈസ്, ഇതാ ഇവിടെ ഉണ്ട്. വാ, നമ്മുടെ കൊക്കോമരത്തിൻ്റെ ചോട്ടിലിടാൻ മാങ്ങയുണ്ട്. കൊക്കോമരം മാങ്ങയാണ് തരുന്നത്. അതെ അതെ, മാങ്ങ കൊക്കോ എല്ലാം മാങ്ങയാണ് തരുന്നത്. വാ, നമ്മുടെ നാട്ടുമാവിൻ്റെ കുഞ്ഞു രണ്ട് മാങ്ങയുണ്ട് കേട്ടോ. അമ്മ ഇതിന്റെ പുളി മാമ്പഴപ്പുളിശ്ശേരി വെക്കാൻ. അതെ, മാമ്പഴപ്പുളിശ്ശേരി വെക്കാൻ. മാമ്പഴം തെരയോ? ഞാൻ കഴിച്ചിട്ടില്ല. തേങ്ങ കഴിച്ചിട്ടില്ല ഗായ്സ്. അപ്പോൾ ഇത് ചീത്തയായിട്ടോ. ഇത് കണ്ടില്ലേ, ഇതിന് എന്തൊക്കെയാ ഇറങ്ങി വരുന്നുണ്ട്. ഇതും ചീത്തയായി. അപ്പോൾ ഈ രണ്ട് മാങ്ങ ഞാൻ എടുക്കുന്നില്ല, കാരണം രണ്ടെണ്ണം ചീത്തയായി പോയിട്ടോ. അപ്പോൾ ഇതിന് മോസ്റ്റ് പുളിയാണ്. അതുപോലെ നമ്മൾ ഈ തിണ്ണയിലൊക്കെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് മാങ്ങ വീഴുമ്പം ജസ്റ്റ് മിസ്സാണ്. നമ്മൾ ഇതിലെ കൂടെയൊക്കെ വീണ് പോയിട്ടുണ്ട്. അപ്പം മാവിൻ്റെ അടുത്ത് വന്ന് ഇതുവരെ മാവ് നമ്മുടെ മേത്തേക്ക് വീഴിക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടിച്ചൻ നമ്മളെ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വന്നതല്ലേ, എനിക്ക് അവൻ്റെ അടുത്തും കൂടെ ഒന്ന് പോയിട്ട് ഓടി വരാം കേട്ടോ. കുട്ടുവേ, അപ്പോൾ കുട്ടി ഉച്ചക്കത്തെ ഫുഡെല്ലാം കഴിച്ചിട്ട് അതെന്താ ചോറ് ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവന് കരളും കൂട്ടി ചോറ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ കുട്ടിമണീനെ മഴ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ പുറത്തിറക്കാറില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞിക്കുട്ടി ഇതാ കൂട്ടിലിങ്ങനെ കിടക്കുകയാണ്. പിന്നെ നമ്മൾ പുഴയിലൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ കുഞ്ഞിക്കുട്ടീനെ നമ്മൾ കൊണ്ടുപോകാറുള്ളത്. ഇന്റെ കുട്ടു ലൈക്ക് അവിടെ നോട്ടോ. കുട്ടിമണി എവിടെ? കുട്ടിമണി എവിടെ? കുട്ടി ഇവിടെ അല്ലേ? കുട്ടി എവിടെ? കുട്ടി എവിടെ? കാണുന്നില്ലല്ലോ. ഇവിടെ വാ, ഇവിടെ വാ. അയ്യോ, കുഞ്ഞ് വിളിച്ച അവിടെ വന്നല്ലോടാ. നല്ല കുട്ടിയാണ് കേട്ടോ. മഴയത്ത് നമ്മൾ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അവൻ മേലെ മുഴുവനും ചെളിയാക്കി നനഞ്ഞ് കുളിച്ച ഒരു പരുവായിട്ടാണ് വരിക. അത് കാരണം നമ്മൾ വെയിൽ വരുമ്പോൾ അവനെ പുറത്തിറക്കാമെന്ന് വിചാരിച്ചിരിക്കുക. അല്ല, രാവിലെ വൈകുന്നേരം നമ്മൾ അഴിച്ചു വിടും കേട്ടോ, എന്തായാലും കുറച്ച് നേരം. നമ്മുടെ കുഞ്ഞിക്കുട്ടി ഇത് അവിടെ ഇങ്ങനെ കൊഞ്ചിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം കൊഞ്ചിച്ചാലും അവന് മതിയാവില്ല. അങ്ങനെയുള്ളൊരു കുഞ്ഞു കുത്തുമണിയാണ് കേട്ടോ ഇത്. കുത്തുവേ കുട്ടുവേ. ഇപ്പം നമ്മളങ്ങനെ കുട്ടീൻ്റെ അടുത്ത് പോയി. അവൻ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ റൂബികളെല്ലാവരും ഉച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചില്ല, അവർ റെസ്റ്റിലാണ് കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള മാങ്ങയും കൂടി വേഗം എന്ത് ചെയ്യാം, പെറുക്കി എടുക്കാം. എന്താണ് ഇത് അവിടെ ഒരു മാങ്ങ കഴിക്കുന്നുണ്ട് കേട്ടോ. നല്ലതാണെന്ന് അറിയത്തില്ല. നല്ല മാങ്ങയാണ് കേട്ടോ. ഇനി വാടാ, ഇവിടെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ.
നമ്മുടെ അമ്മയുടെ പച്ചക്കറിത്തോട്ടാണ് നിങ്ങളെ കാണുന്നത്. കുറേ കാടാ പിടിച്ചു. പച്ചക്കറി ഉണ്ട്. അപ്പോൾ അത് നല്ല വലിയ മാങ്ങയാണ് കേട്ടോ. ഇതുപോലെ ഏകദേശം നമുക്ക് ഒരു ബക്കറ്റ് മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇനി ഉണ്ടോയെന്ന് അറിയത്തില്ല. നമുക്ക് ആ പച്ചക്കറി തോട്ടത്തിലും കൂടെ പോയി നോക്കാം. എനിക്കിവിടെ കയറാൻ പേടിയാണ് കേട്ടോ. കാരണം എല്ലാം അമ്മയ്ക്ക് വേണ്ടതാണ്. അപ്പോൾ നമ്മൾ കയറിയിട്ട് അത് നശിപ്പിച്ചാൽ പിന്നെ വഴക്ക് മുഴുവൻ നമ്മൾ കേൾക്കണം കേട്ടോ. മമ്മേൻ്റെ പച്ചക്കറി തോട്ടത്തിലൊന്നും മാംഗോസ് കണ്ടില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇത്രയും ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ ചേച്ചി? അതെ അതെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ മാങ്ങയെല്ലാം കൊണ്ടുപോയി ജസ്റ്റ് വാഷ് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ഒരെണ്ണം എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കാം. നബാ ഗായ്സ്. അപ്പോൾ നമ്മൾ ജാറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ മാംഗോസ് എല്ലാം കഴുകാനുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ജാർ. നമ്മുടെ 2 ജാർസാണ് കേട്ടോ. അപ്പോൾ ഈ ജാറിൻ്റെ മുകളിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇത് എന്തായി കിടക്കുന്നതെന്ന്. കണ്ടില്ലേ ഇതെന്താന്ന്? നമ്മുടെ മരുതിൻ്റെ പൂവല്ലേ, പൂവാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ മരുതുമലൈ സുബ്രഹ്മണ്യ സ്വാമീൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു മരുതുമരമാണ് നമ്മൾ കണ്ടത്. മരുതുമല എന്ന് പറഞ്ഞ പേരുണ്ടായിട്ട് തന്നെ. ഇവിടെ ശിവൻ്റെ മരുതാണ് കേട്ടോ. അപ്പോൾ മരുതിൻ്റെ കായ പൊഴിയുന്ന, കായാണോ പൂവാണോ? പൂ പൊഴിയുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ജാറിലൊക്കെ ഇഷ്ടംപോലെ മരുതിൻ്റെ പൂക്കളാണ്. നിലത്തൂടെ ഫുള്ളും മരുതിൻ്റെ പൂക്കളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ജാറ് വേണ്ട, ഈ ജാറിൽ നമുക്ക് എന്തായാലും വെള്ളം എടുക്കാം. നമ്മളിതാ ഇച്ചിരി വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് അടച്ചു വെച്ചു, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം നിറച്ചു മരുതിൻ്റെ ഇത് വീഴും. നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, മാങ്ങയെല്ലാം വെള്ളത്തിലേക്ക് ഇടാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ അലുമിനിയം ബക്കറ്റാണ് ഞാൻ വാഷ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, മാങ്ങയിൽ അത്യാവശ്യം കുറച്ച് ചെളിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വാഷ് ചെയ്തിട്ട് തന്നെ കഴിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഒരു മാങ്ങ ഞാൻ കഴുകിയെടുത്തു. നെക്സ്റ്റ് ശരിക്കും പറഞ്ഞാൽ കഴുകേണ്ട കാര്യമൊന്നുമില്ല. ഡ്രസ്സിനകത്തേക്ക് ഒന്ന് തുടയ്ക്കുക, കടിച്ചങ്ങ് തിന്നുക, അതാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്നത് കടിച്ച് തിന്നാനല്ല, നമ്മൾ നൈഫൊക്കെ യൂസ് ചെയ്ത് എന്താണ് കട്ട് ചെയ്ത് കഴിക്കുക. അപ്പോൾ അതാ ഈ മാങ്ങയിൽ നോക്കി ചെറിയ ചതവെല്ലാം ഉണ്ട് കേട്ടോ. നല്ല ഹൈറ്റിൽ നിന്ന് വീഴുന്നില്ല, അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മളിതാ കഴുകി എടുക്കുകയാണ് കേട്ടോ. ഗൈസ്, അപ്പം നമുക്ക് ഒരു സെക്കൻഡും തേർഡും 2-3 പ്രാവശ്യം കൂടെ കഴുകാം കേട്ടോ. അപ്പം ഞാനിതാ ഇതിനകത്തുനിന്ന് കഴുകി ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടി പോവാണ്. എന്തൊക്കെയാണ് ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ, എങ്ങനെയാണ് കഴുകണ്ടതെന്ന്. അതാ ആദ്യത്തെ വെള്ളം നമ്മൾ വാഷ് ചെയ്ത വെള്ളം മുഴുവൻ കളഞ്ഞു. മഴ പെയ്യുന്നുണ്ട് കേട്ടോ. വേഗം കഴിക്കാം. വേഗം കഴുകുമ്പോൾ ഇല്ല, കൈയൊന്നും വഴങ്ങില്ല. അതെ, അതെൻ്റെ ചോനയാ. ഗായ്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ മാങ്ങ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ എനിക്ക് കടിച്ച് തിന്നാൻ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് കട്ട് ചെയ്ത് കഴിക്കാം. മാങ്ങേൻ്റെ ചുണ നിറച്ചതാ എൻ്റെ കയ്യിലായിട്ടതാ. കൈ നല്ല സ്റ്റിക്കി ആവുന്നുണ്ട്. ഇവിടുത്തെ മാമ്പഴത്തിന് പറയണോ, മാമ്പഴമാണ് കേട്ടോ. മാമ്പഴം കൊണ്ടൊരു മേലാണ്. പക്ഷേ ഈ പ്രാവശ്യം എന്താണോ മാങ്ങ ഉണ്ടായിട്ട് നമുക്ക് കഴിക്കാനൊന്നും തോന്നുന്നില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പൊതുവേ മാങ്ങ തിന്നാനേ തോന്നുന്നില്ല. പക്ഷെ നമ്മുടെ മമ്മ മസ്റ്റായി മാമ്പഴം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേഗം പോയിട്ട് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കഴിക്കാം. ഗായ്സ്, അപ്പോൾ നല്ല മഴയാണ് കേട്ടോ. നോക്ക്. അപ്പോൾ ഇത്രയും നേരം തീരെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല വെയിലായിരുന്നു. ഇപ്പോഴാ മോസ്റ്റ് മഴ പെയ്തേക്കാണ്. അപ്പോൾ നമ്മൾ പുറത്ത് വന്ന് ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ മാങ്ങ കണ്ടില്ലേ, ഞാൻ അതിനകത്ത് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, മാങ്ങ കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഞാൻ നല്ല മൂർച്ചയുള്ള കത്തിയാണ്. കത്തിയുടെ ചുണ്ടുകൾ ഇങ്ങനെ വളഞ്ഞൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. വാവ്, പറയലുമല്ല, തിന്നു. നല്ല മോസ്റ്റ് മധുരം. മാങ്ങയാണോ
അത് മാങ്ങയാണിത്. നോക്കട്ടെ. ക്യാമറമാൻ കൊടുത്തു കേട്ടോ. എന്ത് ദൈവമേ, തന്നെ മധുരം തന്നെ. മോശമാണ് കൈ. അയ്യോ അടിപൊളി. അപ്പൊ ഇതുപോലെയാണ് ബാക്കിയുള്ള മാംഗോസ് എല്ലാം. ഗായ്സ്, അപ്പം ഈ ഒരു പീസ് ഇതാ നിങ്ങൾക്കാണ്. നിങ്ങളും കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മാംഗോസ് എല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒടിയൻ കുഞ്ഞ് നമ്മുടെ മടിയിലേക്ക് വന്ന് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സ്നേഹമാണ് നമ്മുടെ ഒന്നിയന്. എനിക്ക് ഒന്നിയാ ഒന്നിന് മാംഗോസ് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യാൻ പോവാണ്? എല്ലാ മാംഗോസും കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി പോവാണ്. കണ്ടില്ലേ എവിടെയാണ് വന്നിരിക്കുന്നത്? അപ്പം മഴയത്ത് നമ്മുടെ മാംഗോ കഴിച്ചിട്ടേ. എല്ലാവർക്കും ബൈ ബൈ.